വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിടുന്നത്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ വിഷുവിൻ്റെ ഒരുക്കങ്ങളെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷു ഒരുക്കങ്ങൾ പറഞ്ഞാൽ തലേനാൾ തന്നെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് രാത്രിയിൽ നമ്മൾ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഉറങ്ങും. രാവിലെ എണീറ്റിട്ട് പിന്നെ വിളക്ക് മാത്രം കൊളുത്തി തേങ്ങ ഉടയ്ക്കേണ്ടേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ചെയ്ത് വെക്കും. ഇതാണ് ഞങ്ങൾ രാത്രി ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ, കണിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം രാത്രിയിൽ തന്നെ കുറച്ച് നേരം ഞങ്ങൾ പടക്കമൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നോക്കി. പൊട്ടിക്കേണ്ടത് നമ്മളൊന്നും പൊട്ടിക്കില്ല, മോൻ തന്നെ പൊട്ടിക്കണം. ഞങ്ങൾ കുറച്ച് കമ്പിത്തിരി മത്താപ്പും വിഷുചക്രമൊക്കെ ഉണ്ട്. അതിലേറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു വിഷുചക്രം നമുക്ക് കൈ തന്നെ പിടിച്ച് കൊളുത്തി കൈ പിടിക്കാൻ പറ്റും. നിങ്ങളുടെ അവിടെ ഉണ്ടാവും, പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു അത്, പക്ഷെ നന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ 3 പേരും കുറച്ച് കമ്പിത്തിരിയും മത്താപ്പും ഇതൊക്കെ തന്നെ കൊളുത്തി. പക്ഷേ ഈ ഒരു പടക്കം കണ്ടോ, ഇതൊന്നും നമ്മൾ പൊട്ടിക്കില്ല, ഇതൊക്കെ അവനാ പൊട്ടിക്കുന്നത് കേട്ടോ. ഓരോ ഐറ്റങ്ങളുണ്ടായിരുന്നു, നന്നായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് വലിയ ഐറ്റം ഉണ്ടായിരുന്നു, വലിയ പടക്കങ്ങൾ നല്ല സൗണ്ടിൽ വരുന്ന മുകളിൽ പൊന്തിപ്പോയി പൊട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൈനീസ് ആണെങ്കിൽ ഗംഭീരമായിരുന്നു കേട്ടോ. അത് ഇതുപോലെ പല കളറിലുള്ളതുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വൈറ്റ് നല്ല സൂപ്പറായിരുന്നു, ആകാശത്ത് പോയി പൊട്ടുമ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതുപോലെ 30 എണ്ണം പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കണി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കഴിഞ്ഞ് വിഷു ആശംസകൾ. ബൈ.